രാജ്യമെങ്ങും രാമനവമി ആഘോഷത്തിലാണ്. പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം കനത്ത തിരക്കിനെ തുടർന്ന് കർശന സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ചെറുതും വലുതുമായ ആരാധനാലയങ്ങളിലെല്ലാം ജയ് ശ്രീറാം എന്ന രാമമന്ത്രം മുഴങ്ങുകയാണ്. രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. രാമനവമിയുടെ ശുഭകരമായ വേളയിൽ എല്ലാ സഹപൗരന്മാർക്കും ഹൃദയംഗമായ ആശംസകൾ നേരുന്നുവെന്ന് സന്ദേശത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു കുറിച്ചു. മര്യാദാ പുരുഷോത്തം ഭഗവാൻ ശ്രീരാമന്റെ ജന്മദിനമാണ് ഈ പുണ്യദിനം ആഘോഷിക്കുന്നത്. സത്യം, ധർമ്മം, നൈതികത എന്നിവയുടെ പാത പിന്തുടരാൻ ഭഗവാൻ ശ്രീരാമന്റെ ഇതിഹാസ ജീവിതയാത്ര നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഈ ആഘോഷം സമർപ്പണത്തോടെയും പ്രതിജ്ഞാബദ്ധതയോടെയും മനുഷ്യരാശിയെ സേവിക്കാനുള്ള സന്ദേശം നൽകുന്നു. ത്യാഗം, നിസ്വാർത്ഥ സ്നേഹം, സ്വന്തം വാക്കിൽ പ്രതിജ്ഞാബദ്ധത എന്നീ ജീവിത മൂല്യങ്ങൾ സ്വീകരിക്കാൻ ഈ പുണ്യദിനം മനുഷ്യരെ പ്രേരിപ്പിക്കുന്നു. ഭഗവാൻ ശ്രീരാമന്റെ ആദർശങ്ങളിൽ നിന്നും നമുക്ക് പഠിക്കാമെന്നും മനുഷ്യരാശിയുടെ മുഴുവൻ ക്ഷേമത്തിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാമെന്നും രാഷ്ട്രപതിയുടെ സന്ദേശത്തിൽ പറയുന്നു. രാമനവമി ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എല്ലാവർക്കും ആശംസകൾ നേർന്നു. പ്രഭു ശ്രീരാമന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നമുക്കുണ്ടായിരിക്കുമെന്നും നമ്മുടെ എല്ലാ പരിശ്രമങ്ങൾക്കും നമ്മെ നയിക്കുകയും ചെയ്യട്ടെയെന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു. ഇന്നത്തെ രാമേശ്വരം സന്ദർശനത്തിനായി താൻ കാത്തിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.